Hi all, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA ഫൗണ്ടേഷൻ ബിസിനസ് മാത്സിലെ ടൈം വാല്യൂ ഓഫ് മണി എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കായ ഇക്വേഷൻസ് ഓഫ് ആൻ എൻട്രി ആണ്. അതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസുമാണ്. ഇന്ന് നമ്മൾ ഒരു 1000 rupees ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രസൻറ്റ് വാല്യൂ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ കറണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 1000 rupees ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1000 rupees ആയിരിക്കുമല്ലോ. 1000 rupees ഇൻവെസ്റ്റ് ചെയ്യും. 1000 rupees 6% ഇൻട്രസ്റ്റിൽ 6 yearsന് ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ ആ 6 years കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതാണ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. 1000 rupees 6% ഇൻട്രസ്റ്റിൽ 6 yearsന് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ 6 years കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതാണ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. അതായത് 6 വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ഫ്യൂച്ചറിൽ കിട്ടുന്ന എമൗണ്ട്, അതിനെയാണ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ കറന്റ്ലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതാണ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രസന്റ്ലി 1000 rupees ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1000 ആയിരിക്കും. ഏത് ഇൻട്രസ്റ്റ്? 6% ഇൻട്രസ്റ്റിൽ 6 yearsനാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. 6 വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും എന്താ? ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. ആ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ value into 1 plus r by 100 whole raised to n. നമ്മളിപ്പം ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട്, അതായത് ടുഡേയ്സ് വാല്യൂ ആണ് പ്രസന്റ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 1000 rupees. അപ്പോൾ 1000 rupees ആയിരിക്കും പ്രസന്റ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ആർ എന്ന് പറഞ്ഞാൽ എത്ര? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടൈംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇവിടുത്തെ പ്രസന്റ് വാല്യൂ എത്രയാണ്? 1000 into 1 plus r എത്രയാണ്? 6 ആണ്. 6/100 whole raised to n എത്രയാണ്? 6 ആണ്. ഇത് ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത്? നമ്മുടെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് പ്രസന്റ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. എത്ര വർഷത്തേക്കിനാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? സപ്പോസ് 6 yearsനാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 6 years കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതിനെയാണ് ഫ്യൂച്ചർ വാല്യൂ എന്ന് വിളിക്കുന്നത്. ആ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ present value into 1 plus r by 100 whole raised to n. ഫ്യൂച്ചർ വാല്യൂയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്പർ ഓഫ് ഇയേഴ്സും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? പ്രസന്റ് വാല്യൂ ഇസ് ഇക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 plus r by 100 whole raised to n. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പ്രസന്റ് വാല്യൂ ഇൻറ്റു 1 plus r by 100 whole raised to n. പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 plus r by 100 whole raised to n. 10 yearsന് 6% ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് 8850 rupees എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ എത്ര രൂപയായിരിക്കും അവിടെ ഇൻവെസ്റ്റ് ചെയ്തത്? അതായത് പ്രസന്റ് വാല്യൂ ആണല്ലോ അപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. 8850 rupees എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ ആയിരിക്കും. 6% ഇൻട്രസ്റ്റിൽ 10 yearsന് ഡെപ്പോസിറ്റ് ചെയ്തു. 10 yearsന് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് 8850 rupees കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയായിരിക്കും അവിടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്നാണ്, അതായത് പ്രസന്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 plus r by 100 whole raised to n. ഫ്യൂച്ചർ വാല്യൂ എത്രയാണ്? 8850 divided by 1 plus r by 100. r എത്രയാണ്? 6. 6/100 whole raised to 10. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രസന്റ് വാല്യൂ കിട്ടുമല്ലോ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ₹1 to be received after 2 years? To be received after 2 years compounded annually at 10% interest. What is the present value of ₹1 എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? ₹1 ആണ്. 10% ഇൻട്രസ്റ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അതായത് r എന്ന് പറയുന്നത് 10% ആണ്. അങ്ങനെ ആകുമ്പോൾ i എന്ന് പറഞ്ഞാൽ എന്താണ്? r by 100. അപ്പോൾ 10/100 എന്ന് വരും. അത് എത്രയാണ്? 0.1. നമ്പർ ഓഫ് ഇയേഴ്സ് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 2 ആണ്. 1 rupees ഫ്യൂച്ചർ വാല്യൂ ആയിട്ട് കിട്ടുവാണെങ്കിൽ എത്രയാണ് അവിടുത്തെ പ്രസന്റ് വാല്യൂ എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% എന്നും ഇൻവെസ്റ്റ് ചെയ്ത പീരീഡ് എന്ന് പറയുന്നത് 2 years എന്നുമാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള എന്താണ്?
പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ഹോൾ റേസ് ടു n. ഫ്യൂച്ചർ വാല്യൂ ഇവിടെ എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ എത്രയാണ്? 0.1 ഹോൾ റേസ് ടു 2. ഇതിന്റെ ആൻസർ എത്ര വരും? 0.8264 ആയിരിക്കും ഇതിന്റെ ആൻസർ. അടുത്തത് നമുക്ക് annuity എന്താണെന്ന് നോക്കാം. annuity എന്ന് പറയുന്നത് ഈ സീരീസ് ഓഫ് പേയ്മെന്റ് ഓർ റെസിപ്റ്റ്സ് മെയ്ഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. സീരീസ് ഓഫ് പേയ്മെന്റ്സ് മെയ്ഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. കോൺസ്റ്റന്റ് ടൈം പീരീഡിനുള്ളിൽ എല്ലാ തവണയും പേയ്മെന്റ്സ് അവിടെ നടത്തുകയാണെങ്കിൽ, പേയ്മെന്റ്സോ റെസിപ്റ്റ്സോ ഉണ്ടെങ്കിൽ അതിനെയാണ് annuity എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് മന്ത്ലി പെൻഷൻ പേയ്മെൻറ്റ് നോക്കാം. മന്ത്ലി പെൻഷൻ പേയ്മെൻറ്റ് എന്താണ്? എല്ലാ മാസവും ആദ്യം നമുക്ക് പേയ്മെൻറ്റ് കിട്ടുമല്ലോ, അതാണ്. ഇനി മന്ത്ലി ഇൻഷുറൻസ് പേയ്മെൻ്റ് ഉണ്ട്. അപ്പം നമ്മുടെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് റെഗുലർ ആണെങ്കിൽ, പേയ്മെൻറ്റ് റെഗുലർ ആയിട്ട് കോൺസ്റ്റന്റ് ടൈം ഇൻ്റർവെലിനുള്ളിൽ റെഗുലർലി പേ ചെയ്യുന്ന എന്തിനെയാണ് annuity എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഇപ്പം വീക്ക്ലി ആകാം, മന്ത്ലി ആകാം, ക്വാർട്ടർലി ആകാം, ഇയർലി ആകാം. annuityക്ക് എക്സാമ്പിൾ ഏതൊക്കെ ആകാം? റെഗുലർ ഡെപ്പോസിറ്റ് ടു എ സേവിങ്സ് അക്കൗണ്ട്, മന്ത്ലി ഹോം മോർട്ടേജ്, മന്ത്ലി ഇൻഷുറൻസ് പേയ്മെൻറ്റ്സ്, പെൻഷൻ പേയ്മെന്റ്സ്, അതൊക്കെ നമുക്ക് annuityക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ annuity എന്ന് പറഞ്ഞാൽ എന്താണ്? പേയ്മെന്റ് ഓർ റെസിപ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ടൈം ഇൻ്റർവെലിനുള്ളിൽ റെഗുലർലി നടത്തുന്നതാണെങ്കിൽ അതിനെയാണ് annuity എന്ന് പറയുന്നത്. എമൗണ്ട് പേ ചെയ്യുന്നതോ റിസീവ് ചെയ്യുന്നതോ കോൺസ്റ്റന്റ് എമൗണ്ട് ആയിരിക്കണം, റെഗുലർ ഇന്റർവെല്ലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് annuity എന്ന് പറയാൻ പറ്റൂ. എമൗണ്ട് പെയ്ഡ് ഓർ റിസീവ്ഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം. എമൗണ്ട് പെയ്ഡ് ഓർ റിസീവ്ഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം, റെഗുലർ ടൈം ഇന്റർവെല്ലും ആയിരിക്കണം. അപ്പം എന്താണ്? ടൈം ഇന്റർവെൽ സെയിം ആയിരിക്കണം, ദെൻ എമൗണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കണം. അങ്ങനെയുള്ള പേയ്മെന്റ്സിനെയാണ് annuity എന്ന് പറയുന്നത്. ഈ ടേബിളിൽ എന്താണ് തന്നിരിക്കുന്നത്? ഫസ്റ്റ് ടേബിളിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ഇയറിൽ 5,000 റുപ്പീസ് പേ ചെയ്തു, സെക്കൻഡ് ഇയറിൽ 6,000 റുപ്പീസും, തേർഡ് ഇയറിൽ 4,000 റുപ്പീസും, ഫോർത്ത് ഇയറിൽ 5,000 റുപ്പീസും, ഫിഫ്ത്ത് ഇയറിൽ 7,000 റുപ്പീസും പേ ചെയ്തു. ഇത് annuity ആണോ? അല്ല. കാരണം എന്താണ്? ഇവിടെ ടൈം ഇന്റർവെൽ സെയിം ആണ്, എല്ലാ വർഷവും അടച്ചിട്ടുണ്ട്. ഇയർലി ആണ്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും ഫിഫ്ത്ത് ഇയറിലും അടച്ചിട്ടുണ്ട്. ഒരു ടൈം ഇന്റർവെൽ അവിടെ സെയിം ആണ്. പിന്നെന്താണ്? എമൗണ്ട് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ 5,000 ആയിരുന്നു, സെക്കൻഡ് ഇയറിൽ 6,000 ആയിരുന്നു. കോൺസിക്യൂട്ടീവ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് എമൗണ്ട് ആയി. അതുകൊണ്ട് നമുക്ക് അതിനെ annuity എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതൊന്നും annuity അല്ല. ഇനി അടുത്ത ടേബിളിനകത്തോ എല്ലാ പേയ്മെന്റ്സും, എല്ലാ റെസിപ്റ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 5,000 ആണ്. റെസിപ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 5,000 ആണ്. പക്ഷെ തേർഡ് ഇയറിൽ പേയ്മെന്റ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ തേർഡ് ഇയറിൽ അവിടെ റെസിപ്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ തേർഡ് ഇയറിൽ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അത് annuity എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം സെക്കൻഡ് പേയ്മെന്റും തേർഡ് പേയ്മെന്റും തമ്മിലുള്ള ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. സെക്കൻഡ് പേയ്മെന്റും തേർഡ് പേയ്മെന്റും തമ്മിലുള്ള ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് പേയ്മെന്റും സെക്കൻഡ് പേയ്മെന്റും തമ്മിലുള്ള ടൈം ഇന്റർവെൽ 1 ഇയർ ആയിരുന്നു. സെക്കൻഡ് പേയ്മെന്റും തേർഡ് പേയ്മെന്റും തമ്മിലുള്ള ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് 2 ഇയേഴ്സ് ആണ്. തേർഡ് പേയ്മെന്റും ഫോർത്ത് പേയ്മെന്റും തമ്മിലുള്ള ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് 1 ഇയർ ആണ്. സെക്കൻഡും തേർഡ് പേയ്മെന്റും തമ്മിലുള്ള ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് annuity അല്ലെന്ന് പറയും. ഇനി അടുത്തതോ? അടുത്ത ടേബിളിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും ഫിഫ്ത്ത് ഇയറിലും 5,000 റുപ്പീസിന്റെ എമൗണ്ട് ആണ് കാണിച്ചിരിക്കുന്നത്. 5,000 റുപ്പീസ് ആണ് എമൗണ്ട്. ടൈം ഇന്റർവെൽ അവിടെ സെയിം ആണല്ലോ. ടൈം ഇന്റർവെൽ കോൺസിക്യൂട്ടീവ് പേയ്മെന്റ്സ് തമ്മിലുള്ള ടൈം ഇന്റർവെൽ സെയിം ആണ്. എമൗണ്ട് എല്ലാ കേസിലും 5,000 ആണ്. അതുകൊണ്ട് അതെന്താണ്? annuity എന്ന് പറയാം. annuity ആകണമെങ്കിൽ എന്താണ് അവിടെ പ്രത്യേകത? കോൺസിക്യൂട്ടീവ് പേയ്മെന്റ്സ് തമ്മിലുള്ള ടൈം ഇന്റർവെൽ സെയിം ആയിരിക്കണം. കോൺസിക്യൂട്ടീവ് പേയ്മെന്റ്സ് തമ്മിലുള്ള ടൈം ഇന്റർവെൽ സെയിം ആയിരിക്കണം. എമൗണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ എന്താണ്? എമൗണ്ട് മസ്റ്റ് ബി കോൺസ്റ്റന്റ് ആൻഡ് ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പേയ്മെന്റ്സ് മസ്റ്റ് ബി സെയിം. ഓരോ പേയ്മെന്റ്സിലെയും എമൗണ്ട് സെയിം ആയിരിക്കണം. ദെൻ ടൈം ഇന്റർവെൽ, കോൺസിക്യൂട്ടീവ് പേയ്മെന്റ്സ് തമ്മിലുള്ള ടൈം ഇന്റർവെലും സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള കേസിനാണ് annuity എന്ന് പറയുന്നത്. annuityയുടെ പേയ്മെന്റിന്റെ ബേസിസിൽ 2 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പേയ്മെന്റ് നടത്തുന്നത് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പേയ്മെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് നടത്തുവാണെങ്കിൽ അങ്ങനെയുള്ള annuityനെയാണ് annuity ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ annuity ഡ്യൂ എന്ന് പറയുന്നത്.
annuity due അല്ലെങ്കിൽ annuity immediate എന്ന് പറയുന്നത് പേയ്മെന്റ് നടത്തുന്നത് ബിഗിനിങ്ങിൽ തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് തന്നെയാണ് അവിടെ പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ അങ്ങനെയുള്ളത് annuity due അല്ലെങ്കിൽ annuity immediate എന്ന് പറയുന്നത്. ഇനി പേയ്മെന്റ് നടത്തുന്നത് ഇയർ എൻഡിലാണ്, അതായത് ഏതാണ് അവിടുത്തെ ടൈം ഇന്റർവെൽ വരുന്നത് അതിന്റെ എൻഡിലാണ്. ഇപ്പൊ മന്ത്ലി പേയ്മെന്റ് ആണെങ്കിൽ മന്തിന്റെ എൻഡിലായിരിക്കും, വീക്ക്ലി പേയ്മെന്റ് ആണെങ്കിൽ വീക്കെൻഡിലായിരിക്കും. അങ്ങനെയുള്ളതാണ് annuity റെഗുലർ എന്ന് പറയുന്നത്. പേയ്മെന്റിന്റെ ബേസിസിൽ annuity ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് annuity റെഗുലർ എന്നും annuity ഡ്യൂ എന്നും. annuity റെഗുലർ എന്ന് പറയുന്നത് ഫസ്റ്റ് പേയ്മെന്റ് നടത്തുന്നത് ആ പീരീഡിന്റെ എൻഡിലായിരിക്കും. അല്ലെങ്കിൽ annuity ഇമ്മീഡിയറ്റിന്റെ കേസിലാണെങ്കിൽ അതിന് ഫസ്റ്റ് പേയ്മെന്റ് നടക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെയായിരിക്കും. ഇന്ന് തന്നെയാണെങ്കിൽ ഇന്ന് തന്നെയായിരിക്കും അതിന്റെ ഫസ്റ്റ് പേയ്മെന്റും നടത്തുന്നത്. ടൈം പീരീഡിന്റെ ബിഗിനിങ്ങിൽ തന്നെയാണ് പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ അതാണ് annuity ഡ്യൂ അല്ലെങ്കിൽ annuity ഇമ്മീഡിയറ്റ് എന്ന് പറയുന്നത്. annuity റെഗുലറിന്റെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ ഫ്യൂച്ചർ വാല്യൂ ഓഫ് annuity റെഗുലർ എന്ന് പറയുന്നത് a into 1 plus I whole raised to n minus 1 whole divided by I. a into 1 plus I whole raised to n minus 1 whole divided by I. ഫ്യൂച്ചർ വാല്യൂ ഓഫ് annuity ഡ്യൂ അല്ലെങ്കിൽ annuity ഇമ്മീഡിയറ്റ് ആണെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് annuity റെഗുലർ ഇൻറ്റു 1 പ്ലസ് I. ഇനി ഈ ഇക്വേഷൻ്റെ അകത്ത് I എന്താണ്? I എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ്, R/100 തന്നെയാണ്. ഈ ഇക്വേഷൻ്റെ അകത്ത് I എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പെർസെൻറ്റേജ് ആണ്. പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് I ഹോൾ റേസ്ഡ് ടു n അല്ലേ? I എന്ന് പറഞ്ഞാൽ എന്താണ്? R/100 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് I ഹോൾ റേസ്ഡ് ടു n ആണ്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് annuity റെഗുലർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a into 1 plus I whole raised to n minus 1 divided by I into 1 plus I whole raised to n എന്ന് വരുമല്ലോ. പ്രസന്റ് വാല്യൂ ഓഫ് annuity റെഗുലർ ആണെങ്കിൽ a into 1 plus I whole raised to n minus 1 divided by I into 1 plus I whole raised to n എന്ന് വരും. വാല്യൂ ഓഫ് annuity ഇമ്മീഡിയറ്റ് ആണെങ്കിലോ എന്ത് വരും? Future value of annuity regular into 1 plus I, value of annuity regular into 1 plus I whole divided by 1 plus I whole raised to n വരും. Future value of annuity regular ആണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a into 1 plus I whole raised to n minus 1 divided by I. ഇനി അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് I ഹോൾ റേസ് ടു n. പ്രസന്റ് വാല്യൂ ഓഫ് annuity റെഗുലർ ആണെങ്കിൽ a into 1 plus I ഹോൾ റേസ് ടു n minus 1 divided by I into 1 plus I ഹോൾ റേസ് ടു n. ഫ്യൂച്ചർ വാല്യൂ ഓഫ് annuity ഇമ്മീഡിയറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫ്യൂച്ചർ വാല്യൂ ഓഫ് annuity റെഗുലർ into 1 plus I. പ്രസന്റ് വാല്യൂ ഓഫ് annuity ഇമ്മീഡിയറ്റ് ആണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? Future value of annuity regular into 1 plus I divided by 1 plus I whole raised to n. ഇനി നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. Exercise 4.0 first question. The present value of an annuity of rupees 3,000 for 15 years at 4.5% per annum compound interest is. ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? annuity എമൗണ്ട് തന്നിട്ടുണ്ട് 3,000 rupees, അതായത് A എന്ന് പറയുന്നത് 3,000 ആയിരിക്കും. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 15 തന്നിട്ടുണ്ട്, അതുകൊണ്ട് n എന്ന് പറയുന്നത് 15 ആയിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4.5% എന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് R എന്ന് പറയുന്നത് 4.5% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ I കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? 4.5 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ഡിവൈഡഡ് ബൈ 100 എന്ന് വരുമ്പോൾ അത് എത്രയാണ്? 0.045 എന്ന് വരും. ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പ്രസന്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് I ഹോൾ റേസ് ടു n ആണ്. ഫ്യൂച്ചർ വാല്യൂ ഇവിടെ എത്രയാണ്? annuity റെഗുലർ ആയതുകൊണ്ട് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? a into 1 plus I ഹോൾ റേസ് ടു n minus 1 divided by I. ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് I ഹോൾ റേസ് ടു n ആണ്, അതുകൊണ്ട് ഇൻറ്റു 1 പ്ലസ് I ഹോൾ റേസ് ടു n. ഇനി എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. എന്താണ്? a എന്ന് പറയുന്നത് 3,000 ആണ്, ഇൻറ്റു 1 പ്ലസ് I എത്രയാണ്? 0.045 റേസ് ടു n എത്രയാണ്? ഇവിടെ 15 മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ I
0.045 into 1 plus 0.045 whole raised to 50. Final answer 32,218.63. 32,218.63 option B ആയിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്. Second question, the amount of an annuity certain of rupees 150 for 12 years at 3.5% per annum of compound interest is. ഈ ക്വസ്റ്റിനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ആനുവിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് റുപ്പീസ് 150 എന്നും നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 12 എന്നും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 3.5% എന്നും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫ്യൂച്ചർ കണ്ടിരിക്കുന്നത് ആനുവിറ്റി റെഗുലർ ആണ്, അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെയാണ്? എ എന്ന് പറയുന്നത് 150 ആണെന്നറിയാം. എ എന്ന് പറയുന്നത് 150 ഇൻറ്റു 1 പ്ലസ് ഐ എത്രയാണ്? 3.5 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. അത് എത്ര വരും? 0.035. 1 plus 0.035 all raised to in എത്രയാണ്? 12 minus 1 divided by 0.035. റേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 2190.29. 2190.29 ഓപ്ഷൻ എ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ ആൻസർ. Third question, a loan of rupees 10,000 is to be paid back is 30 equal installments. The amount of each installment to cover the principal at 4% per annum compound interest is. Loan of rupees 10,000 is to be paid back is 30 equal installments. The number of installments എത്രയാണ്? 30 ആണ്. അതായത് എന്നു പറയുന്നത് ഇവിടെ എത്ര ആയിരിക്കും? 30 ആയിരിക്കും. The amount of each installment to cover the principal at 4% per annum. അപ്പോൾ R എന്ന് പറയുന്നത് 4% ആണ്. ഇവിടെ ലോൺ എമൗണ്ട് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എത്രയാണ്? 10,000 rupees ആണ്. അപ്പോൾ 10,000 rupees എന്ന് പറയുന്നതായിരിക്കും എന്ത്? ഇവിടെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് 10,000. 30 എന്ന് പറയാം. R എന്ന് പറയുന്നത് 4% എന്ന് പറയാം. വാല്യൂ 10,000 എന്ന് പറയാം. ലോൺ പേയ്മെന്റ് ആണ്. ആനുവിറ്റി റെഗുലർ ആയിരിക്കുമല്ലോ. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആനുവിറ്റി എമൗണ്ട് ആണ്. ഓരോ ഇൻസ്റ്റാൾമെന്റിലും 30 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ലോൺ പേ ചെയ്യുന്നത്. ആ ഓരോ ഇൻസ്റ്റാൾമെന്റിലും പേ ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ആനുവിറ്റി എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. Present value of annuity regular കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാലോ. എന്താണ്? പ്രസന്റ് വാല്യൂ ഇസ് ഈക്വൽ ടു a into 1 plus I whole raised to n minus 1 divided by I into 1 plus I whole raised to n എന്നറിയാം. അങ്ങനെയാണെങ്കിൽ annuity എമൗണ്ട് ആയി a കണ്ടുപിടിക്കാമല്ലോ. എന്താണ്? a is equal value into I into 1 plus I whole raised to n divided by 1 plus I whole raised to n minus 1. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. എന്താണ്? പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10,000 ആണ്. 10,000 ഇൻറ്റു ഐ എത്രയാണ് ഇവിടെ? R എന്ന് പറയുന്നത് 4% ആണ്. അപ്പോൾ ഐ എന്ന് പറയുന്നത് 0.04 ആയിരിക്കുമല്ലോ. അപ്പോൾ ഐ എന്ന് പറയുന്നത് 0.04 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n എത്രയാണ് ഇവിടെ? നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ്സ് 30 ആണ്. n എന്ന് പറയുന്നത് 30 ആയിരിക്കും. 10,000 into 0.04 into 1 plus 0.04 whole divided by 1 plus 0.04 whole raised to 30 minus 1 ആയിരിക്കും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും? 578.30 ആയിരിക്കും. 578.30 ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ആൻസർ 578.30 ആയിരിക്കും. 578.30 ആയിരിക്കും. Fourth question, A is equal to rupees 1,200, N is equal to 12 years, I is equal to 0.08, then V equal to. Using the formula, V is equal to A by I into 1 minus 1 by 1 plus I whole raised to n, value of V will be. എന്താണ് തന്നിരിക്കുന്നത്? ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് വിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. A by I into 1 minus 1 by 1 plus I whole raised to n. ഇത് ഏത് ഇക്വേഷൻ ആണ്? പ്രസന്റ് വാല്യൂ ഓഫ് annuity റെഗുലറിന്റെ സിംപ്ലിഫൈഡ് ഫോം അല്ലേ?
പ്രസന്റ് വാല്യൂ ഓഫ് annuity റെഗുലറിന്റെ സിംപ്ലിഫൈഡ് ഫോം ആണ് ഇവിടെ വി എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് ഇവിടെ വി ഉദ്ദേശിക്കുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് annuity റെഗുലർ ആണ്. എന്താണ് തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. എ എന്ന് പറയുന്നത് 1200, അപ്പോൾ 1200 ഡിവൈഡഡ് ബൈ ഐ എന്ന് പറയുന്നത് 0.08 ഇൻറ്റു 1 മൈനസ് 1 ബൈ 1 plus 0.08 whole raised to 0.60288 എന്നായിരിക്കും. 1 മൈനസ് 1 ബൈ 1 പ്ലസ് 0.08 raised to 12 എന്നുള്ളത്. 5.08 എന്നുള്ളത് എത്രയാണ്? 15,000 ആയിരിക്കും. 15,000. അപ്പോൾ 15,000 ഇൻറ്റു 0.60288 ആണ്. 9043.29. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി 9043.29 ആയിരിക്കും. Fifth question, A is equal to rupees 100, N is equal to 10, I is equal to 5%. Find the future value of annuity. Using the formula, future value is equal to A by 1 plus I whole raised to N minus 1. Future value is equal to. എന്താണ് ഫ്യൂച്ചർ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്യൂച്ചർ വാല്യൂൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. A by 1 plus I whole raised to N minus 1. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. എന്താണ് എയുടെ വാല്യൂ 100 ആണ്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ എത്രയാണ്? 5% എന്നാണ്. അപ്പോൾ 0.05 ആയിരിക്കുമല്ലോ. 0.05 മൈനസ് 1 റേസ് ടു 10. ഇതിൻ്റെ ആൻസർ എത്ര വരും? 1257.7 ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇതിലുള്ളത് ഏതാണ്? ഓപ്ഷൻ എ 1258 ആണ്. 1257.79 എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി 1258 എന്ന് എടുക്കാമല്ലോ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ എമൗണ്ട് ഓഫ് ആൻ annuity ആഫ്റ്റർ 25 years at 5% per annum compound interest is ₹50,000, the annuity will be. ഇതെന്താണ്? annuity റെഗുലർ ആണല്ലോ. annuity റെഗുലറിൻ്റെ ഫ്യൂച്ചർ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 50,000. അപ്പോൾ 50,000 എന്നുള്ളത് ഫ്യൂച്ചർ വാല്യൂ ആണല്ലോ. ആഫ്റ്റർ 25 years കഴിഞ്ഞുള്ള എമൗണ്ട് ആണ്. അതെന്ന് പറയുന്നത് 50,000 എന്ന് തന്നിട്ടുണ്ട്. ഈ annuity റെഗുലർ ആണല്ലോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഫ്യൂച്ചർ വാല്യൂ ഓഫ് annuity റെഗുലർ എന്ന് പറയുന്നത് 50,000 ആയിരിക്കും. ആഫ്റ്റർ 25 years എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് 25 ആയിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഐ എത്ര ആയിരിക്കും? 5/100.05 ആയിരിക്കും. ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? annuity എമൗണ്ട് ആണ്. എ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് annuity കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാമല്ലോ. എന്താണ്? എ ഇൻറ്റു 1 പ്ലസ് ഐ ഹോൾ റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ ഐ സിക്കൽ ടു എത്രയാണ്? 50,000 ആണ് ഈ ക്വസ്റ്റ്യൻ. എ ഇൻറ്റു 1 പ്ലസ് ഐ എന്ന് പറയുന്നത് 0.05 ആണ്. മൈനസ് 1 whole divided by I 0.05 is equal to 50,000. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ ആണ്. അപ്പോൾ എ is equal to 50,000 into 0.05 divided by 1 plus 0.05 എന്നുള്ളത് 1.05 എഴുതാമല്ലോ. അപ്പോൾ 1.05 മൈനസ് 1.05 ഹോൾ റേസ് ടു n അല്ലേ. അപ്പോൾ 1.05 ഹോൾ റേസ് ടു 25 മൈനസ് 1. എന്ന് പറയുന്നത് 50,000 ഇൻറ്റു 0.05 ഹോൾ ഡിവൈഡഡ് ബൈ 1.05 ഹോൾ റേസ് ടു 25 മൈനസ് 1. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 1046.92 10,046.92 ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത്. Given annuity of ₹100 equals to ₹3,137.12 at 4.5% per annum compound interest, the number of years will be. Annuity amount of ₹100 എന്ന് തന്നിട്ടുണ്ട്. annuity amount of ₹100 അതായത് ഫ്രീക്വൻ്റ്ലി പേ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 100 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എ എന്ന് പറയുന്നതായിരിക്കും എന്ത്? 100 എന്ന് പറയുന്നത്. ഇനി എന്താണ് തന്നിരിക്കുന്നത്? 4.5% എന്ന് തന്നിട്ടുണ്ട്. അതായിരിക്കും എന്ത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എടുക്കാം? 4.5% എന്ന് എടുക്കാം.
അതുകൊണ്ട് ഐ എത്ര വരും? ഐ എന്ന് പറയുന്നത് R/100 ആണ്. അപ്പോൾ 4.5 ഡിവൈഡഡ് ബൈ 100 0.045 വരും. ഇനി എന്താണ് തന്നിരിക്കുന്നത്? 3137.12 റുപ്പീസ് എന്ന് തന്നിട്ടുണ്ട്. അതെന്താണ്? ഗിവൺ ആനുവിറ്റി ഓഫ് റുപ്പീസ് 100 എമൗണ്ട്സ് ടു റുപ്പീസ് 301.37.12 എന്നാണ്. അതായത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് അന്യൂറ്റി ആണല്ലോ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് അന്യൂറ്റി എന്ന് പറയുന്നത് 3137.12 ആണ്. ഇവിടെ എന്താണ്? അന്യൂറ്റി റെഗുലർ ആണ്. റെഗുലർ ആയതുകൊണ്ട് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. എന്താണ്? a into 1 plus i whole raised to n minus 1 whole divided by i. പറഞ്ഞ എത്രയാണ്? 3137.12. a എന്ന് പറഞ്ഞ എത്രയാണ്? 100 into 1 plus i എത്രയാണ്? 0.045 whole raised to n minus 1 divided by 0.045 is equal to എന്താണ്? 3137.12. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്നിന്റെ വാല്യൂ ആണല്ലോ. അപ്പോൾ ആ ടേം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ടേംസും നമുക്ക് റൈറ്റിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്ത് വരും? 1 plus 0.045 എന്നുള്ളത് 1.045 whole raised to n minus 1 is equal to 3137.12 into 0.045 divided by എന്താണ്? ഇവിടെ 100 മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പം റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആകും. 3137.12 into 0.045 എന്ന് വരും. ഇവിടെ -1 എന്നാണ്. -1 റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താവും? +1. ആൻസർ എന്താണ്? 2.4117. 2.417. 1.045 whole raised to n എന്നുള്ളത് 2.4117 ആണ്. 1.045ന്റെ എത്രാമത്തെ പവർ ആണ് 2.4117 എന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷനിലെ വാല്യൂസ് എങ്ങനെ ഇട്ട് കൊടുക്കാം. അതിൽ ഏത് വാല്യൂവിനാണ് എന്നിൻ്റെ ഏത് വാല്യൂ വരുമ്പോഴാണ് 2.4117 വരുന്നതെന്ന് നോക്കാം. 1.045 whole raised to 25 എന്നുള്ളത് 3.0054 ആണ്. 1.045 whole raised to 20 എന്നുള്ളത് 2.4117 ആണ്. 1.045 whole raised to 22 എന്നുള്ളത് 2.633 ആണ്. ഇതിലേതാണ് നമുക്ക് വേണ്ടത്? 2.4117 ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 20 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 20 ആയിരിക്കും. 8th question. A company borrows ₹10,000 on condition to repay it with compound interest at 5% per annum by annual installments of ₹1,000 each. The number of years by which the debt will be cleared. A company borrows 10,000 rupees. A company borrows 10,000 rupees at 5% interest per annum. Borrows 10,000 rupees at 5% interest ആണ്. അപ്പോൾ കമ്പനി ബോറോ ചെയ്ത എമൗണ്ട് 10,000 rupees ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞായിരിക്കും ഈ ബോറോ ചെയ്ത എമൗണ്ട് പേ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നമ്പർ ഓഫ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത് n എന്നെടുക്കാം. നമ്പർ ഓഫ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത് n എന്നെടുക്കാം. ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ആണ്. ഫ്യൂച്ചർ വാല്യൂ ആണ്. ഇത് റെഗുലർ പേയ്മെന്റ് ആണല്ലോ. അന്യൂറ്റി റെഗുലർ ആണ്. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ ഓഫ് അന്യൂറ്റി റെഗുലർ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. വാല്യൂ ഓഫ് അന്യൂറ്റി റെഗുലർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? a into 1 plus i whole raised to n minus 1 whole divided by i. അപ്പോൾ എന്താണ്? എ അറിയണം, അന്യൂറ്റി എമൗണ്ട് അറിയണം. പക്ഷെ അന്യൂറ്റി എമൗണ്ട് തന്നിട്ടുണ്ടോ? ഇല്ല. ഫ്യൂച്ചർ വാല്യൂം തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? 10,000 rupees 5% ഇൻട്രസ്റ്റിൽ എടുത്തെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് 10,000 rupeesഉം ആദ്യ 5% ആണെങ്കിൽ നമുക്ക് അവിടുത്തെ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാമല്ലോ. എത്ര രൂപയായിരിക്കും പേ ചെയ്യേണ്ടത്? ഫ്യൂച്ചർ വാല്യൂ നമുക്ക് അവിടെ കണ്ടുപിടിക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? p into 1 plus r/100 whole raised to n. p എന്താണ് ഇവിടെ? 10,000 into 1 plus r എത്രയാണ്? 5/100 whole raised to n നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇന്നായിട്ട് എടുത്തു. എന്ത് വരും? 10,000 into 1 plus 5/100 എന്താണ്? 105 divided by 100 whole raised to n വരും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 into 105 divided by 100 whole raised to n ആയിരിക്കും. അത് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നെ കണ്ടുപിടിക്കാമല്ലോ. എന്താണ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താണ് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് തന്നിട്ടുണ്ടല്ലോ, എത്രയാണ് 1000. അപ്പൊ എ എന്ന് പറയുന്നത് അന്യൂറ്റി എമൗണ്ട് എന്ന് പറയുന്നത് 1000 ആണെന്ന് നമുക്കറിയാം. അപ്പൊ എന്തായിരിക്കും 1000 ഇൻറ്റു 1 പ്ലസ് ഐ എത്രയാണ് ഇവിടെ 5% ആണ്. അപ്പോൾ 0.05 ഹോൾ റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 0.05. 1000 divided by 0.05 എത്രയാണ് 20,000 into 1.05 whole raised to n minus 1 എന്താണ് 10,000 into 1.05 whole raised to n. ഇത്ര വരും. നമുക്ക് എന്നിൻ്റെ ടേംസ് എല്ലാം ഒരേ സൈഡിൽ കൊണ്ടുവരാം. അപ്പോൾ എന്താണ് 1.05 whole raised to n minus 1 divided by 1.05 whole raised to n is equal to 10,000 divided by 20,000. 0 cancel ചെയ്യാമല്ലോ. 1/2 എന്നുള്ളത് എന്താണ് 0.5. എന്നിൻ്റെ വാല്യൂ എത്ര വരുമ്പോഴാണ് ആൻസർ 0.5 വരുന്നത് നോക്കാം. നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസ് ഓരോ വാല്യൂസും എന്നിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഓപ്ഷൻ എ എന്താണ് 14.2 ആണ്. 14.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് 0.5 ആണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. 9th question, Mr. X borrowed rupees 5,120 at 12.5% per annum compound interest at the end of 3 years. The money was repaid. Along with the interest accrued, the amount of interest paid by him is. Borrow ചെയ്ത എമൗണ്ട് ആണ് 5,120 rupees. അതായത് ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് 5,120 rupees എന്നുള്ളത് ബോറോ ചെയ്ത എമൗണ്ട് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് 12.5 ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ് 3 ആണ്. 5,120 rupees എന്ന് പറയുന്നത് മിസ്റ്റർ എക്സ് ബോറോ ചെയ്ത എമൗണ്ട് ആണ്. അതുകൊണ്ട് അതെന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12.5% ആണ്. മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്ത് വരും 12 into 2 24 plus 125/2% ആയിരിക്കും. എന്ന് പറയുന്നത് എത്രയാണ് 3 years ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നാണ്. ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ഇക്വേഷൻ ഈസ് ഇക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഹോൾ റേസ് ടു എൻ അല്ലേ. പി എത്രയാണ് ഇവിടെ 5,120 ഇൻറ്റു 1 പ്ലസ് ആർ എത്രയാണ് 25/2 ഇൻറ്റു 100 ഹോൾ റേസ് ടു n എത്രയാണ് 3. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും 7,290 ആയിരിക്കും. 7,290 ആയിരിക്കും. ആണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് എ മൈനസ് പി. എ എത്രയാണ് ഇവിടെ 7,290 മൈനസ് പി എത്രയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് 5,120 rupees. എത്ര വരും 0.712 2,170 rupees ആയിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി 2,170 rupees ആയിരിക്കും. അടുത്ത എന്താണ് മിസ്റ്റർ പോൾ ബോറോസ് ₹20,000 ഓൺ കണ്ടീഷൻ ടു റീപേ it with the compound interest at 5% per annum in annual installment of ₹2,000 each. The number of years for the debt to be paid off is. Mr. Paul borrows ₹20,000. ബോറോ ചെയ്ത എമൗണ്ട് 20,000 എമൗണ്ട് ആണ്. അതായത് പ്രസന്റ് വാല്യൂ ആണ് 20,000. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% ആണ്. ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഓഫ് ₹2,000 ആണ്. അപ്പോൾ ആനുവലിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് 2,000 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ടു ബി പെയ്ഡ് ഓഫ് ആണ് എന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ എന്താണ് എ ഇൻറ്റു 1 plus I whole raised to n minus 1 divided by I എന്ന് പറഞ്ഞാൽ എത്രയാണ് 20,000. ഇവിടെ I എത്രയാണ് 5/100 0.05 എന്ന് വരും. A എന്നാണ് 2,000. ഇപ്പോൾ 2,000 into 1 plus 0.05 whole raised to n minus 1 divided by 0.05.
is equal to എത്രയാണ് 28,000. Simplify ചെയ്യുമ്പോൾ എന്ത് വരും 1.05 whole raised to n equal to 20,000 into 0.05 divided by 2,000 plus 1. 0 0 cancel ചെയ്യാലോ. Then 20 into cancel ചെയ്യാലോ. എന്താണ് 10. 10 into 0.05 plus 1 എന്ന് വരും. 10 into 0.05 എത്രയാണ് 0.5. 0.5 plus 1 1.5. 1.05 whole raised to n is equal to 1.5. അപ്പോൾ n-ന്റെ വാല്യൂ എത്രയാണ്? n-ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 11, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓപ്ഷൻ എ 10 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1.05 ഹോൾ റേസ് ടു 10 എന്നുള്ള 1.6288 എന്നാണ്. ഓപ്ഷൻ എ 10 ആണ്. 1.05 ഹോൾ റേസ് ടു 10 എന്ന് പറയുന്നത് 1.6289 ആണ്. 1.6289 എന്നുള്ളത് 1.5നേക്കാളും വലിയ വാല്യൂ ആണ്. അതുകൊണ്ട് n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് ബിലോ 10 ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് 10നേക്കാളും കുറഞ്ഞ വാല്യൂ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. 11th question. A person invests ₹500 at the end of each year with a bank which pays interest at 10% per annum, compound interest annually. The amount standing to his credit 1 year after he has made his yearly investment for the 12th time is. Invest ₹500. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 500 ആണ്. എല്ലാ ഇയർ എൻഡിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാങ്ക് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 10% ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്നാ? എമൗണ്ട് സ്റ്റാൻഡിങ് ടു ഹിസ് ക്രെഡിറ്റ് 1 year after he has made his yearly investment. 12th പേയ്മെന്റ് കഴിഞ്ഞ് 1 year കഴിഞ്ഞ് എത്രയായിരിക്കും, എത്ര രൂപയായിരിക്കും കിട്ടുന്നതെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാം. എന്താണ്? എ എത്രയാണ് തന്നിരിക്കുന്നത്? 500. ആർ എത്രയാണ്? 10%. Then ആർ 10% ആണ്. ഐ എത്രയായിരിക്കും? 10/100 0.1 ആയിരിക്കും. നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ്സ് തന്നിട്ടുണ്ടല്ലോ. എന്താണ്? 12 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് 12 ആയിരിക്കും. അങ്ങനെയാണ് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? a into 1 plus I whole raised to n minus 1 divided by I. A എത്രയാണ് ഇവിടെ? 500 into 1 plus 0.1 whole raised to n എത്രയാണ്? 12 minus 1 divided by 0.1 is equal to എത്രയാണ്? 500 divided by 0.1 into 1 plus 0.1 1.1 1.1 raised to 12 minus 1. 100 divided by 0.1 5000. എന്താണ്? 5000 into 1.1 raised to 12 minus 1. The answer എത്ര വരും? 10,692. 10,692. Amount after 1 year after 12th installment. 12th installment കഴിഞ്ഞിട്ട് 1 year കഴിഞ്ഞ് എത്ര രൂപയായിരിക്കും കിട്ടുന്നതെന്ന്. അതപ്പോൾ എത്രയായിരിക്കും? After 1 year after 12th installment. എത്ര വരും? 10692 into 1 plus I. 1 plus I വരുമ്പോൾ എന്താണ്? 1.1. അപ്പം 10,692 into 1.1. ഇതിൻ്റെ ആൻസർ എത്ര വരും? 11,761.2. 11,761.2. 12th question. The present value of annuity of ₹5,000 per annum for 12 years at 4% per annum compounded annually. എന്താണ്? പ്രസന്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ള എന്താണ്? ആനുവിറ്റി എമൗണ്ട് 5,000 എന്നും 12 ഇയേഴ്സിനാണെന്നും പിന്നെ എന്താണ് 4% എന്നും തന്നിട്ടുണ്ട്. 5,000 എന്നുള്ളത് ആനുവിറ്റി എമൗണ്ട് ആണല്ലോ. 12 ഇയേഴ്സ് എന്നുള്ളത് എന്നാണ്. 4% എന്നുള്ളത് ആറാണ്. ആർ അറിയാമെങ്കിൽ നമുക്ക് ഐ കണ്ടുപിടിക്കാനുള്ള എന്താണ്? R/100 0.04 ആയിരിക്കും. പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 plus I whole raised to n. ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 plus I whole raised to n. ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്?
a into 1 plus I whole raised to n minus 1 whole divided by I into ഇവിടെ എത്ര വരും 1 plus I whole raised to n. എത്രയാണ് a എന്ന് പറഞ്ഞത് 5000 ആണ്. അപ്പോൾ 5000 into 1 plus I എത്രയാണ് 0.04 raised to n എത്രയാണ് 12 minus 1 whole divided by I 0.04 into 1 plus I എത്രയാണ് 0.04 raised to n എത്രയാണ് 4695.37. Question answer option B 4695.37 ആയിരിക്കും. 13th question. A person decides to create a fund to be invested at 10% compound interest per annum to provide for a price of rupees 300 every year. Using V is equal to A by I, find V on V will be. Find V on V will be. A person decides to create a fund to be invested at 10%. അപ്പോൾ rate of interest എന്ന് പറയുന്നത് 10% ആയിരിക്കും. അപ്പോൾ R എന്ന് പറയുന്നത് 10% ആണ്. പ്രൈസ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് rupees 300 ആണ്. അപ്പോൾ അതെന്ന് പറയുന്നതായിരിക്കുമല്ലോ നമ്മുടെ ആനുവലിറ്റി എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് 300 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ബി എന്ന് പറയുന്നത് എന്താണ് എ ബൈ എ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് ബി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇതിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? R 10% എന്നും എ 300 എന്നും പിന്നെ എന്താണ് വി ഇസ് ഇക്വൽ ടു എ ബൈ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. എന്താണ് നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. എ എന്താണ് ഇവിടെ 300 ആണ്. എ എന്ന് പറയുന്നത് 300 ഡിവൈഡഡ് ബൈ R 10% ആണ്. അപ്പോൾ ഐ എത്ര വരും? ഐ എന്ന് പറയുന്നത് R by 100 ആണ്. അപ്പോൾ എന്ത് വരും? 10/100. 10/100 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.1 ആയിരിക്കും. 300 ഡിവൈഡഡ് ബൈ 0.1 എന്ന് വരും. അത് ഡിവൈഡഡ് ബൈ 0.1 എന്ന് വരും. അത് എത്രയാണ്? 3000. അപ്പോൾ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3000 ആയിരിക്കും. അത് എത്രയാണ്? ഓപ്ഷൻ സി. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി 3000 ആയിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈം വാല്യൂ ഓഫ് മണി എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. താങ്ക് യു ഓൾ.